കൈലാസ് മാനസരോവർ യാത്ര ജൂൺ 30-ന് ആരംഭിക്കും. ജൂലൈ 10-ന് ആദ്യ സംഘം ലിപുലെ ചുരം കടന്ന് ചൈനയിൽ പ്രവേശിക്കും. 2020-ൽ നിർത്തിവെച്ച സരോവർ യാത്ര നയതന്ത്ര ചർച്ചകൾക്ക് ശേഷമാണ് പുനരാരംഭിക്കുന്നത്. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന്. നന്ദഗോപൻ, 5 വർഷത്തിന് ശേഷമാണ് കൈലാസ് മാനസരോവർ യാത്ര പുനരാരംഭിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ നന്ദൻ? നമ്പ്യാർ, 2020-ൽ കൊറോണയെ തുടർന്നാണ് ഈ കൈലാസ മാനസ സരോവർ യാത്ര നിർത്തിവെച്ചതെങ്കിലും പിന്നീട് ഈ കൊറോണ കാലം കഴിഞ്ഞപ്പോൾ അതിർത്തിയിൽ ചൈനീസ് ഭടന്മാരുമായും ഇന്ത്യൻ സൈന്യവുമായും തമ്മിൽ ചില വാക്കേറ്റങ്ങളും തർക്കങ്ങളും ഉണ്ടായ, അല്ലെങ്കിൽ നയതന്ത്ര ഒരു സ്വരച്ചേർച്ചയില്ലായ്മ അത് പിന്നീട് ഈ കൈലാസ മാനസ സരോവർ യാത്രയ്ക്ക് തടസ്സമായി എന്നുള്ളതാണ്. പിന്നീട് നീണ്ട നയതന്ത്ര ചർച്ചകൾ നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഈ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇത് തന്നെ മുൻനിർത്തിക്കൊണ്ടുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിച്ചു. അതിനുശേഷം ഇപ്പോൾ 5 വർഷത്തിന് ശേഷം ഇത് സാധ്യമായിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായിട്ട് ജൂൺ 30-ന് ഇത് പുനരാരംഭിക്കുമെന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത്. ജൂലൈ 10-ന് ആദ്യ സംഘം ഈ ലിപുലെ ചുരവും കടന്ന് ചൈനയുടെ ഭൂ അതിർത്തിയിൽ പ്രവേശിക്കും. ഈ 50 പേരാണ് ഒരു ഗ്രൂപ്പിലുള്ളത്. അങ്ങനെ 5 പേരുടെ ഗ്രൂപ്പ് 250 പേരടങ്ങുന്ന സംഘമായിരിക്കും ഡൽഹിയിൽ നിന്നും ഈ 30-ന് പുറപ്പെടുക. 22 ദിവസമാകും ഈ യാത്ര നീണ്ടു നിൽക്കുന്നത്. ഈ യാത്രയിൽ തനാഗ്പൂർ, അതേപോലെ തന്നെ ദുർച്ചുല, ഗുഞ്ചി, നഭിഗാങ് എന്നിവിടങ്ങളിൽ തങ്ങിയ ശേഷമാണ് ഉത്തരാഖണ്ഡിലെ പിത്തോഗാർഗ് ജില്ലയിലുള്ള ഈ ലിപുലെ ചുരവും കടന്ന് ജൂലൈ 10-ന് ആദ്യ സംഘം ഈ ചൈനയുടെ ഭൂ അതിർത്തിയിൽ പ്രവേശിക്കുന്നത്. അവിടെ തക്ലാകോട്ടിൽ തങ്ങിയ ശേഷമാകും അവിടെ കൈലാസ ദർശനം ഒരുക്കിയിരിക്കുന്നത്. തിരിച്ച് ദർശനം കഴിഞ്ഞ് മടങ്ങുന്ന യാത്രയിൽ ബുണ്ടി, അതേപോലെ തന്നെ ചൗക്കോരി, അൽമോറ എന്നിവിടങ്ങളിലാണ് വിശ്രമം ക്രമീകരിച്ചിട്ടുള്ളത്. ഡൽഹിയിലും ഗുഞ്ചിയിലും ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിൻ്റെ ആരോഗ്യ പരിശോധനയുണ്ടാകും. ഈ ആരോഗ്യ പരിശോധനയിൽ ആരോഗ്യമായി അവർക്ക് ഇത് യാത്ര നടത്തുവാൻ കഴിവുണ്ട് എന്നുള്ളത് ഡോക്ടർമാർ സർട്ടിഫൈ ചെയ്താൽ മാത്രമേ അവർക്ക് തുടർന്നുള്ള യാത്രയിൽ പങ്കെടുക്കാൻ കഴിയൂ എന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ യാത്രയിൽ അപേക്ഷിക്കുന്നവർക്ക് അവർക്ക് ചുരുങ്ങിയത് 6 മാസം കാലാവധിയുള്ള ഒരു പാസ്പോർട്ട് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ 18 വയസ്സിനും 70 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം. അവരുടെ BMI 25-ൽ, ശരീരഭാര സൂചിക 25-ൽ താഴെ നിൽക്കണമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഈ ആരോഗ്യപരമായ അല്ലെങ്കിൽ ശാരീരികമായ ഒരു ആരോഗ്യത്തിനൊപ്പം മാനസികമായ ആരോഗ്യം കൂടി പരിശോധിച്ച ശേഷമായിരിക്കും ഈ കൈലാസ മാനസ സരോവർ യാത്രയ്ക്ക് അനുമതി നൽകുകയുള്ളൂ എന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഉത്തരാഖണ്ഡ് സർക്കാരും അതേപോലെ തന്നെ ഭാരതത്തിൻ്റെ വിദേശകാര്യ മന്ത്രാലയവും സംയുക്തമായി സഹകരിച്ചാണ് ഈ യാത്ര സംഘടിപ്പിക്കുന്നത്. ഈ യാത്രയ്ക്കായിട്ട് കുമിയോൺ മണ്ഡൽ വികാസ് എന്ന പൊതുമേഖലാ സ്ഥാപനത്തെയാണ് ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. ഈ പൊതുമേഖലാ സ്ഥാപനം കുമിയോൺ മണ്ഡൽ വികാസാണ് ഈ യാത്ര സംഘടിപ്പിക്കുന്നത്. നിരവധി പ്രൈവറ്റ് ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ ബുക്കിംഗ് അടക്കമുള്ളത് ആരംഭിച്ചു കഴിഞ്ഞു. ഏതായാലും വലിയ നയതന്ത്ര ചർച്ചകൾക്ക് ശേഷമാണ് ഈ കൈലാസ മാനസ സരോവർ യാത്ര 5 വർഷത്തിന് ശേഷം പുനരാരംഭിക്കുന്നത്. നമ്പ്യാർ. കൈലാസ് മാനസരോവർ യാത്ര ജൂൺ 30-ന് ആരംഭിക്കും. ജൂലൈ 10-ന് ആദ്യ സംഘം ലിപുലെ ചുരം കടന്ന് ചൈനയിൽ പ്രവേശിക്കും. 2020-ൽ കൊറോണയെ തുടർന്ന് നിർത്തിവെച്ച സരോവർ യാത്ര നയതന്ത്ര ചർച്ചകൾക്ക് ശേഷമാണ് പുനരാരംഭിക്കുന്നത്. നന്ദഗോപനാണ് ഡൽഹിയിൽ നിന്നും വിശദ വിവരങ്ങൾ നൽകിയത്.